ഹാപ്പി ഈസ്റ്റർ. എൻ്റെ പേര് മേരി പനക്കൽ. ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഫിഷ് ഫ്രൈഡ് റൈസ്. എന്തെല്ലാമാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഉപ്പിട്ട് ബോയിൽ ചെയ്ത ബസ്മതി റൈസ്. ഫിഷ് ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വറുത്ത് ക്രഷ് ചെയ്ത് എടുത്തത്. മുട്ട, കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് സ്ക്രാമ്പിൾ ചെയ്തത്. സോസുകള് ഡാർക്ക് സോയാ സോസ്, ഓയിസ്റ്റർ സോസ്, ലൈറ്റ് സോയാ സോസ്, സ്വീറ്റ് സോയാ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, ക്യാരറ്റ്, കാബേജ്, ബീൻസ്, കാപ്സിക്കം, ഒണിയൻ ഷോട്ട്, ഗീ, ഓയിൽ, കുരുമുളക് പൊടി, സോൾട്ട്. ചൂടുകട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിക്കുക, കുറച്ച് ഗീ ഒഴിക്കുക. ചൂടായി വരുമ്പോൾ വെജിറ്റബിൾസ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് ബീൻസ് ആണ്. അതൊന്ന് വാടി വരുമ്പോൾ ക്യാരറ്റ് നമുക്ക് ചേർക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് കാബേജ് ആണ്. കാബേജ് നമ്മൾ അതിലേക്ക് ചേർത്ത് നന്നായി കുറച്ച് സമയം ഇളക്കുക. ഇതിനാവശ്യമായ ഉപ്പ് ചേർക്കാവുന്നതാണ്. വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. വെജിറ്റബിൾസ് 2-3 മിനിറ്റിനകം നമുക്ക് വെന്ത് കിട്ടും. അതിലേക്ക് കാപ്സിക്കം ചേർക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒണിയൻ ഷൂട്ടാണ്. വറുത്ത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി ഞാൻ ചേർക്കുന്നത് സ്ക്രാമ്പിൾഡ് എഗ്ഗാണ്. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സോസ് കുറേശ്ശെയായി ചേർത്ത് യോജിപ്പിക്കാം. ഫ്രൈഡ് റൈസുകളെല്ലാം തന്നെ ഹൈ ഫ്ലെയിമിലാണ് തയ്യാറാക്കേണ്ടത്. ഈസ്റ്റർ വിഭവമായ ഫിഷ് ഫ്രൈഡ് റൈസ് റെഡി.